ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ് ആണ്. പണ്ട് ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ അന്ന് രാവിലെ 7 മണിക്കോ 6 മണിക്കോ ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ പ്രിപ്പറേഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ 3-4 ഡിവിഷൻ ഉണ്ടായിരിക്കും. ആ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, പ്രിപ്പറേഷൻ ക്ലാസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് എന്നോ റിവിഷൻ ക്ലാസ് എന്നോ എന്ത് വേണേലും വിളിക്കാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു ഡിവിഷൻ. അപ്പോൾ ബേസ് ക്ലിയർ ആകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കാണുക. ഇതിൽ നമ്മൾ ചോദ്യങ്ങളല്ല കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ തരികയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ ആദ്യം ക്ലിയർ ആക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ എന്നെ പെർസെൻറ്റേജ് സാറെന്നാണ് ചിലർ വിളിക്കുന്നത്. സാർ എന്ത് പറഞ്ഞാലും അവസാനം നിൽക്കുന്നത് പെർസെൻറ്റേജിലാണ്. കാരണം അതിന് അത്രയധികം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പോയാലും IAS പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾ കണക്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെർസെൻറ്റേജിൽ നിന്നാണ്. അപ്പം പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പെർ എന്ന വാക്കിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് എന്നാണ്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ മക്കളെ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ഓർ ഇൻ ടേംസ് ഓഫ് 100 എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 100ൽ എത്ര? അപ്പം X% എന്ന് പറഞ്ഞാൽ X/100 ആയിരിക്കും. X% എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം X/100 ആണെന്ന് പറയാം. അപ്പോൾ ഏത് പെർസെൻറ്റേജ് എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ആര് വരും? 100 വരും. അപ്പോൾ നമുക്ക് പറയാം എല്ലാ പെർസെൻറ്റേജും ഫ്രാക്ഷൻ ആണ്, എല്ലാ ഫ്രാക്ഷനും പെർസെൻറ്റേജ് ആണ്. ഈ പെർസെൻറ്റേജും ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ഇവിടെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട വളരെ സ്ലോ ആയിട്ട് വളരെ വിശദമായിട്ട് ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കാണാം. അത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. ഇവിടെ നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ഓർ ഇൻ ടേംസ് ഓഫ് 100. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ചിലപ്പോഴേ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, 75% ഭിന്നസംഖ്യാരൂപം എത്ര? അപ്പോൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണം. 75% എന്ന് പറഞ്ഞാൽ എന്താ? 75/100 അല്ലേ? 75/100 എങ്ങനെ എഴുതാം? 25 75ൽ 3 പ്രാവശ്യം, 100ൽ 25 4 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. അപ്പോൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. പെർസെൻറ്റേജ് ഫ്രാക്ഷൻ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശതമാനം, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം ഭിന്നസംഖ്യ. അപ്പോൾ ഒരു ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ, പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്തോ ചെയ്യണം? പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്തോ ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. ഇനി തിരിച്ച് ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണം. 3/4ൻ്റെ ശതമാന രൂപം എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 300/4. 300നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 75%. അപ്പോൾ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിനെ ശതമാനമാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനും നന്നായിട്ട് മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം അതാണ്. ഇത് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി ഓരോ ഫ്രാക്ഷനും ഈക്വൽ ആയിട്ടുള്ള പെർസെൻറ്റേജ് ഉണ്ട്. ഉദാഹരണത്തിന് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/1 എന്ന് എഴുതാം. അപ്പോൾ എന്ത് പറയാം നമുക്ക്? 100%. അപ്പോൾ ഒന്നിനെ നമുക്ക് 100% എന്ന് പറയാം. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 എന്ത് ചെയ്യണം? 1/2 ഇൻറ്റു 100 എത്ര കിട്ടും നമുക്ക്? 50%. സോ 50% അല്ലേ? അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 50% ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 and 1/3% ആണ്. 1/4 25% ആണ് അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും
ഇപ്പം 60-ന്റെ 33 and 1/3% എത്ര അല്ലെ കാണുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഈ 33 and 1/3% ഈക്വൽ ആണ് 33 and 1/3% ഈക്വൽ ആണ് 1/3 എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ 60-നെ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാകും. എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജും ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന ടേബിൾ പഠിക്കണമെന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അത് പല പ്രാവശ്യം നമ്മളത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. 1/20 വരെയുള്ള ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് ബൈഹാർട്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് അത് മുഴുവൻ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിച്ചുകൊണ്ട് പോവുക. അതിൽ ഫ്രാക്ഷണൽ വാല്യൂൻ്റെ പെർസെൻറ്റേജും ഡെസിമൽ വാല്യൂവും ഞാൻ തന്നിട്ടുണ്ട്. അത് പഠിച്ചുകൊണ്ട് പോവുക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ പെർസെൻറ്റേജിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ മറ്റൊരു കാര്യം, ഒരു സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, അത് 20% വില കൂട്ടി വിറ്റാൽ എത്ര എന്നൊക്കെ ചോദിക്കും. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നു, പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പം ഒരു സാധനത്തിൻ്റെ വില 5% കൂടി, 5% കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവാ? അതിൻ്റെ ഒറിജിനൽ വാല്യൂ 100% ആണെങ്കിൽ ഇപ്പം 5% കൂടെ കൂടി പുതിയ വാല്യൂ എത്ര? 105%. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 10% കൂടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ 100% ആണെങ്കിൽ ഇപ്പോൾ 10% കൂടെ കൂടി എത്രയായി? പുതിയ വാല്യൂ 110% ആയെന്നാണ്. അപ്പോൾ 70 ഒറിജിനൽ വാല്യൂ എങ്കിൽ 70-ന്റെ 10% കൂടിയ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 110% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 10% കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? 10% കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? 5% കൂടിയപ്പോൾ നമ്മൾ +5 ഇട്ടെങ്കിൽ 5% കുറഞ്ഞു അല്ലേ? 10% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 100 എടുക്കുക ഒറിജിനൽ വാല്യൂ. 10% കുറഞ്ഞെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എത്ര എഴുതാം? നമുക്ക് 90% എന്ന് എഴുതാം. 90% എന്ന് എഴുതാം. അപ്പോൾ 10% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 90%, 10% കൂടിയെന്ന് പറഞ്ഞാൽ 110%. സോ % ഇൻക്രീസ്, % ഡിക്രീസ്. അപ്പോൾ ഇൻക്രീസും ഡിക്രീസും വരുന്ന കേസിലൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇനി മറ്റ് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ആദ്യം 10% കൂടി, ആദ്യം 10% കൂടി, പിന്നെ 5% കുറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ? ആദ്യം % കൂടുന്നു, പിന്നെ B% കുറയുന്നു. അപ്പോൾ ഇത് +or- വരാം. ചിലപ്പോൾ കൂടി ആദ്യം കുറഞ്ഞു പിന്നെ കൂടി, അങ്ങനെ 2 ഡിഫറെൻറ്റ് വാല്യൂ വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു. എന്താണ് ഫൈനൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? A+B+AB/100 ആയിരിക്കും. A+B+AB/100 എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, A% കൂടിയിട്ട് A% തന്നെ കുറയുന്നു. A% കൂടിയിട്ട് A% തന്നെ കുറയുന്നു. അതായത് ഇൻക്രീസും ഡിക്രീസും സെയിം % ആണ്. ഇപ്പോൾ ആദ്യം കൂടണം പിന്നെ കുറയണമെന്നൊന്നുമില്ല. ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടിയാലും, അപ്പോൾ ഒന്ന് കൂടണം മറ്റേത് കുറയണം. ഒന്ന് ഇൻക്രീസ് ആണെങ്കിൽ മറ്റേത് ഡിക്രീസ് ആയിരിക്കണം. പക്ഷേ സെയിം ഓർഡർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇൻക്രീസ് പിന്നെ ഡിക്രീസ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടാം, ആദ്യം കൂടിയിട്ട് പിന്നെ കുറയാം. പക്ഷേ സെയിം വാല്യൂ കൂടി സെയിം വാല്യൂ തന്നെ കുറയണം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A²/100 ആയിരിക്കും. A²/100 ആയിരിക്കും. അപ്പം ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റേഷ്യോ. അപ്പോൾ എന്താണ് റേഷ്യോ? എന്താണ് റേഷ്യോ എന്ന് ചോദിച്ചാൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ലീസ്റ്റ് ഫോം. പേടിക്കാനൊന്നുമില്ല. 2 അതിലധികമോ സംഖ്യകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തെ വിളിക്കുന്ന പേരാണ് റേഷ്യോ. 2 അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ രൂപം, അവരുടെ ബന്ധത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം. ഉദാഹരണത്തിന് എയും ബിയും. എയ്ക്ക് എയുടെ കയ്യിൽ 15,000 രൂപയുണ്ട്, ബിയുടെ കയ്യിൽ 25,000 രൂപയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ തമ്മിലുള്ള, അവരുടെ 2 പേരുടെയും കയ്യിലുള്ള പൈസയുടെ റേഷ്യോ അല്ലെങ്കിൽ കാശിൻ്റെ റേഷ്യോ എത്ര എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും?
15:25 എന്ന് എഴുതാം. കാരണം എന്താ, 1000 എല്ലായിടത്തും ഒന്നും ഡിവൈഡ് ചെയ്ത് കളഞ്ഞു അല്ലേ, എല്ലാത്തിനും ഞാൻ 1000 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 15:25 ഇനിയും ചെറുതാക്കാം, 5 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ഇവിടെ 3, ഇവിടെ 5. സോ 3:5. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് 2 ആകാം, 3 ആകാം, 4 ആകാം, എന്തും ആകാം. എല്ലാവരെയും ഏറ്റവും ചെറിയ രൂപത്തിലോട്ടാക്കി കഴിഞ്ഞാൽ എന്തായി? റേഷ്യോ ആയി. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ലീസ്റ്റ് ഫോം. അതിനെ വിളിക്കുന്ന പേരാണ് റേഷ്യോ. ഇനി ഈ റേഷ്യോയുമായി ബന്ധപ്പെട്ട് അടുത്ത നമ്മൾ പഠിച്ച കാര്യം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ് ആണ്. റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ എയും ബിയും 2:3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇത് 10% കൂടുന്നു, ഇത് 20% കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേഷ്യോൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കോൺസ്റ്റൻറ്റ് ചേഞ്ചസേ റേഷ്യോന് പാടുള്ളൂ. അതായത് ഇപ്പം ഞാൻ 2നെ 10 കൊണ്ട് ഗുണിച്ചാൽ 3നെ 10 കൊണ്ട് തന്നെ ഗുണിക്കണം, അല്ലാതെ അവിടെ കയറി 4 കൊണ്ട് ഗുണിക്കാൻ പാടില്ല. അവിടെ കയറി വേറൊരു നമ്പർ. ഇപ്പോൾ 2നെയും 3നെയും എനിക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ 1നെ എക്സ് കൊണ്ട് 1നെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. സോ അതാണ് റേഷ്യോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് റേഷ്യോൻ്റെ ഒരു ക്ലാസിക് ഫീച്ചറായിട്ട് തന്നെ നമുക്ക് അതിനെ പറയാം. എന്താണ്? കോൺസ്റ്റൻറ്റ് ചേഞ്ചസ് ആയിരിക്കണം. അതായത് ഒരിടത്ത് വരുത്തുന്ന അതേ ചേഞ്ച് തന്നെ എവിടെയും വരുത്താം, മറ്റ് ഒരിടത്തും നമുക്ക് വരുത്താം. ഒരിടത്ത് വരുത്തുന്ന അതേ ചേഞ്ച് തന്നെ ഒരു ടേമിൽ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തിയാൽ ആ റേഷ്യോയിൽ എത്ര ടേംസ് ഉണ്ടോ ആ എല്ലാ ടേമിനും അതേ ചേഞ്ച് തന്നെ വരുത്തണം. അത് റേഷ്യോയിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസ്റ്റൻറ്റ് ചേഞ്ചസ് ടു ഈച്ച് ടേംസ്. ഓരോ ടേമിനും സെയിം ചേഞ്ചസ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ 2:3 ഇവിടെ 10%, 20% കൂടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 200 എന്നും 300 എന്നും എടുക്കാം. കാരണം എന്താ? 2നെയും ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 200ന്റെ 10% എത്ര കൂടി? 20 കൂടി. 300ന്റെ 20%, 10% കണ്ടുപിടിക്കാൻ ഒരു 0 കളഞ്ഞാൽ മതി. അപ്പോൾ എത്രയാണ്? 30 10%. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 220:360. സോ 22:36, ഒന്നുകൂടെ ചെറുതാക്കി 11:18 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ്. ഇനി അടുത്തത്, റേഷ്യോനെ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും പലപ്പോഴും. റേഷ്യോനെ കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് A:B തരും, അതേപോലെ B:C തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും A:B:C എത്ര ആണെന്ന്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. A:B എത്ര എന്ന് തരും, B:C എത്ര എന്ന് തരും, A:B:C എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ A:B 2:3 ആയിരിക്കും, B:C 3:5 എന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഗാ പോലെ എഴുതി ഗുണിക്കുന്ന കാര്യമൊക്കെ, ഗാ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഗാ മെത്തേഡ് ഉപയോഗിക്കണമെന്നില്ല, അത് എല്ലായിടത്തും പറ്റത്തില്ല. 2 റേഷ്യോ കമ്പൈൻ ചെയ്ത് മൂന്നാമതൊരു റേഷ്യോ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഗാ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഗാ മെത്തേഡ് നമുക്ക് പലയിടത്തും സ്യൂട്ടബിൾ അല്ലാതെ വരും. പല കേസുകളിലും അത് സ്യൂട്ടബിൾ അല്ലാതെ വരും. അപ്പോൾ നമുക്ക് അവിടെയൊന്നും ഈ ഒരു ഗാ മെത്തേഡ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളില്ലാത്ത സ്ഥലത്ത് കുറച്ച് ആളുകളെ കൊടുക്കുക. അതായത് ഇപ്പം ഞാൻ ഈ സർക്കിൾ ചെയ്ത പ്ലേസിലൊന്നും ആളില്ല. അപ്പോൾ അവിടെ നമുക്ക് ആളിനെ കൊടുക്കണം. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ, തൊട്ട് ലെഫ്റ്റിലെയോ റൈറ്റിലെയോ നെയ്ബർ നമ്പറിനെ എടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 3, ഇവിടെയും 3. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 6, 3 × 3 9, 5 × 3 15. സോ 6:9:15. എല്ലാത്തിനെയും 3 കൊണ്ട് ഹരിക്കാം. എത്ര കിട്ടും? 2:3 എത്ര കിട്ടും? 5. സോ 2:3:5. അപ്പോൾ ഇങ്ങനെ ഒരു റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് റേഷ്യോനെ എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോനെ നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം A:B:C:D ചോദിച്ചാലും ഇത് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളാണ് ഏതൊക്കെ? ഈ റേഷ്യോയും പെർസെൻറ്റേജും എന്ന് പറയുന്നത്. പിന്നെ ഈ റേഷ്യോയും പെർസെൻറ്റേജും കൂടെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് നമ്മൾ പറയും. ലാഭവും നഷ്ടവും.
പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ടേംസ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്താണ് കോസ്റ്റ് പ്രൈസ്? നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നു, ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം പക്ഷേ വിൽറ്റ് കാശ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. സോ നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് വിൽക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനു വേണ്ടി ചെലവാക്കുന്ന കാശിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് എത്ര? ഇവിടെ ഉദാഹരണത്തിന് 100 രൂപ. ഈ 100 രൂപ ചെലവാക്കിയ സാധനം ഞാനൊരു 120 രൂപയ്ക്ക് വിറ്റാൽ എനിക്കിവിടെ കിട്ടുന്ന സാധനമാണ് ലാഭം 20 രൂപ. ഇതേ 100 രൂപയ്ക്ക് ഞാൻ ചെലവാക്കിയ സാധനം എനിക്ക് വിൽക്കാൻ പറ്റിയത് 80 രൂപയ്ക്കാണെങ്കിൽ അവിടെ എനിക്ക് സംഭവിക്കുന്നതാണ് നഷ്ടം. കാരണം ചെലവാക്കിയ കാശ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ചെലവാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ ലാഭമാണ്. ഞാൻ ചെലവാക്കിയ അത്ര എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ നഷ്ടമാണ്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലിറ്ററലി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷനുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവാക്കിയ കാശിനാണല്ലോ നിങ്ങൾക്ക് ലാഭം കിട്ടിയത്. ആ കിട്ടിയ ലാഭം നിങ്ങൾ ചെലവാക്കിയ കാശിൻ്റെ എത്ര ശതമാനം, നിങ്ങളുടെ ലാഭം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര ശതമാനം എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ടാവുന്നത്. സോ യുവർ പ്രോഫിറ്റ് ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ലോസ് പെർസെൻറ്റേജോ? നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ചെലവിൻ്റെ എത്ര ശതമാനമാണ്. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എന്താണ് ലോസ് പെർസെൻറ്റേജ്, എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്. സോ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എല്ലാ കുരുക്കുകളും നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വിശദമായ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാം. ഇനി അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഭാഗമാണ് ഡിസ്കൗണ്ട് എന്നുള്ളത്. എന്താണ് ഡിസ്കൗണ്ട്? ഒരു സാധനത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കുറവ് കിട്ടിയോ, അതാണ് നിങ്ങളുടെ ഡിസ്കൗണ്ട്. അതായത് ഈ സാധനത്തിന് ഒരു MRP ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ്, പല പേരുകളിൽ അറിയപ്പെടും. മാർക്ക്ഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പ്രിന്റഡ് പ്രൈസ്, ലിസ്റ്റഡ് പ്രൈസ്, അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ്, MRP എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഇവിടെ MRP നോക്കിയപ്പോൾ 100 രൂപ. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഈ മാർക്കറ്റ് പ്രൈസിലേക്ക് വരുന്നതിന് മുൻപ് ഒരു സാധനത്തിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവണമല്ലോ. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 രൂപ, മാർക്കറ്റ് പ്രൈസ് 150 രൂപ. എന്നിട്ട് ഞാൻ കസ്റ്റമറിനോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് തരാം. അപ്പോൾ ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഏതാ? കസ്റ്റമർ കാണുന്ന വില ഏതാ? മാർക്കറ്റ് പ്രൈസ് അല്ലേ കാണുന്നുള്ളൂ. അപ്പം ഞാനൊരു കടയിൽ ചെന്നൊരു സാധനം എടുത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില മാത്രമാണ്, അല്ലാതെ എനിക്കതിൻ്റെ കോസ്റ്റ് പ്രൈസ് അറിയത്തില്ല. ഞാൻ 150 കാണുന്നുള്ളൂ, 100 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനമാണെന്ന് എനിക്കറിയത്തില്ല. സോ ആ 150 എനിക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. 150 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര? 10%, 15%, 20%, 30%. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ എത്ര രൂപയ്ക്ക് കിട്ടും? 150 രൂപയുടെ സാധനം 30 രൂപ കുറച്ച് 120 രൂപയ്ക്ക് തന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാര്യം നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്താണ് ഡിസ്കൗണ്ട്? നിങ്ങൾ അവിടെ ചെന്ന് കണ്ട വില മൈനസ് നിങ്ങൾക്ക് കിട്ടിയ വില, അതായത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എന്ത് മക്കളെ? ഡിസ്കൗണ്ട്. രണ്ടാമത്തെ കാര്യം എന്തുവായി മാർക്ക്ഡ് പ്രൈസ്? എന്തുവായി മാർക്ക്ഡ് പ്രൈസ്? നിങ്ങൾ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്, നിങ്ങൾ കൊടുത്ത ഡിസ്കൗണ്ട്. സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ ആ ഡിസ്കൗണ്ട് കൂടെ ചേർത്താലല്ലേ മാർക്ക്ഡ് പ്രൈസ് ആവത്തുള്ളൂ. ഇവിടെ നോക്കിക്കുക, 120, 30 അല്ലേ 150. അതെ. ഇനി മൂന്നാമത്തെ കാര്യം, സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? മാർക്ക്ഡ് പ്രൈസ് ഉള്ള ഡിസ്കൗണ്ട് ഉള്ള കേസിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 120 രൂപ. 150 രൂപയുടെ സാധനം 30 രൂപ കുറച്ചിട്ടല്ലേ 120 രൂപ കിട്ടിയത്. സോ എന്തെഴുതാം നമുക്ക്? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 4-മത്തെ കാര്യം, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് നിങ്ങൾ ചെലവാക്കിയ തുകയുടെ എത്ര ശതമാനം? നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് നിങ്ങൾ ചെലവാക്കിയ തുകയുടെ എത്ര ശതമാനം? നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്ര? 30 രൂപ. അത് നിങ്ങൾ ചെലവാക്കിയ തുക എത്ര?
120. സോ 120ൻ്റെ ചിലവാക്കിയ തുക നിങ്ങളവിടെ കണ്ട വിലയുടെ, ചിലവാക്കിയ തുകയല്ല, ഇവിടെ നിങ്ങൾ ചിലവാക്കുന്നില്ല, നിങ്ങൾ കണ്ട വിലയുടെ, കസ്റ്റമർ കണ്ട വിലയുടെ എത്ര ശതമാനം. അതായത് ഡിസ്കൗണ്ട് എപ്പോഴും എന്തിനെ കൊടുക്കത്തുള്ളൂ? മാർക്ക്ഡ് പ്രൈസിനെ കൊടുക്കത്തുള്ളൂ. ഡിസ്കൗണ്ട് is always given on marked price of an item. So discount divided by marked price into 100. സോ ഇതാണ് എന്ത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാത്രം ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടോളൂ. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൺസേൺഡ് വീഡിയോസ് കണ്ട്, കൺസേൺഡ് ലെസൺസ് ക്ലാസ്സുകൾ കണ്ട് അത് മനസ്സിലാക്കുക. ഇത് മാത്രം കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ എല്ലാം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറേ വർക്ക് ചെയ്തതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ആ ഓർമ്മകൾ ഒന്ന് പൊടിതട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ് വന്നിരുന്ന് കാണുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അത് QA ബേസ്ഡ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലെ ഓരോരോ വീഡിയോസായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടുവരിക. എന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം അതിനകത്തിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരെ പറഞ്ഞു. ഇനി ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ഇതിനിടയ്ക്ക് ചില ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു സെഷനിലേക്ക് വെച്ചിരിക്കുകയാണ്. ആവറേജ്, ഏജസ്, പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ക്ലാസ്സുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് പോകാം. അതിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് 2 ചാപ്റ്ററുകൾ, 2 പോർഷൻസ് നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ആൻഡ് വർക്ക്, അതേപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇത് രണ്ടും നമുക്ക് ഒരേപോലെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. അതെന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരു റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടൈം ആൻഡ് വർക്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതേ സാധനം തന്നെ നമുക്ക് എവിടെയും വരയ്ക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിലും വരയ്ക്കാം. ടൈം ആൻഡ് വർക്കിലെ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ രണ്ടിടത്തും ഒരേപോലെ തന്നെ. ഇവിടെ ഞാൻ ഇത് ടൈം ആൻഡ് വർക്കല്ലേ, ടൈം ആൻഡ് വർക്കാണെങ്കിൽ വർക്ക്, എഫിഷ്യൻസി, ടൈം. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇതേ സാധനം തന്നെ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അപ്പോൾ ഇതൊരു മാജിക് ട്രയാങ്കിളാണ്. എന്താണ് വർക്ക്? വർക്കിനെ പൊത്തിപ്പിടിച്ചാൽ മതി, പിന്നെ കാണുന്നത് എഫിഷ്യൻസിയും ടൈമുമാണ്. നേരെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി മൾട്ടിപ്ലൈഡ് ബൈ ടൈം. ആൻഡ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസിയെ പൊത്തിപ്പിടിക്കുക, വർക്ക് മുകളിലും ടൈം താഴെയുമല്ലേ, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ടൈമിനെ പൊത്തിപ്പിടിക്കുക ടൈം കണ്ടുപിടിക്കാനായിട്ട്, വർക്ക് മുകളിലും എഫിഷ്യൻസി താഴെയും. സോ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസിനെ പൊത്തിപ്പിടിക്കുക, സ്പീഡും ടൈമും നേരെയല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുക, സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡിനെ പൊത്തിപ്പിടിക്കുക, ഡിസ്റ്റൻസ് മുകളിലും ടൈം താഴെ, ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം എന്ന് പറയുമ്പോൾ ടൈമിനെ പൊത്തിപ്പിടിക്കുക, ഡിസ്റ്റൻസ് മുകളിലും സ്പീഡ് താഴെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഈ 3 സാധനങ്ങളും, അതായത് ടൈം ആൻഡ് വർക്കിലെ 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ടൈം ആൻഡ് വർക്കിൽ വർക്ക്, എഫിഷ്യൻസി, ടൈം. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. സോ ഇത് നമുക്ക് ഒരേപോലെ പഠിച്ചു പോകാൻ പറ്റും. ടൈം ആൻഡ് വർക്കിൽ എന്താ പറയുന്നത്? ഒരാൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി എത്രത്തോളം സമയം പ്രയോജനപ്പെട്ടു, അതാണ് അയാൾ ചെയ്യുന്ന വർക്ക്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 മിനിറ്റിൽ 1 ഇഡ്ഡലി ഞാൻ കഴിക്കുമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ 5 ഇഡ്ഡലി കഴിക്കും. അപ്പോൾ 1 മിനിറ്റിൽ 1 ഇഡ്ഡലി കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ എഫിഷ്യൻസി. ഞാൻ 5 മിനിറ്റ് വർക്ക് ചെയ്തു. സോ 5 യൂണിറ്റ് വർക്ക് ഞാൻ ചെയ്തു. ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് വന്നാലോ, 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കും എന്നുള്ളതാണ് എൻ്റെ വേഗത. അങ്ങനെ ഞാൻ 2 മണിക്കൂർ എടുത്തു. 60 × 2 120 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ചെയ്ത വർക്കിനെടുത്ത സമയം, അതാണ് എഫിഷ്യൻസി. സ്പീഡ് എന്ന് പറഞ്ഞാൽ പോയ ഡിസ്റ്റൻസിനെടുത്ത ടൈം, അതാണ് സ്പീഡ്. ടൈം എന്ന് പറഞ്ഞാൽ ചെയ്ത വർക്കിന് എന്തുമാത്രം എഫിഷ്യൻസി ചിലവായി. ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ ഓടിയ ദൂരത്തിന് എന്തുമാത്രം വേഗത ഉപയോഗിച്ചു. അപ്പോൾ ഇതാണ് ഈ 3 കോർ കോൺസെപ്റ്റുകൾ: വർക്ക്, എഫിഷ്യൻസി, ടൈം. അപ്പോൾ ഈ ടൈം ആൻഡ് വർക്ക് ഒന്നും ഇങ്ങനെ പഠിച്ചാൽ പോരാ, അതിലെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ സാറേ ടൈം ആൻഡ് വർക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചോദിക്കരുത്. ഇത് ഒരു റിവിഷൻ ക്ലാസ്സാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനി നമുക്ക് ടൈം ആൻഡ് വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ടൈം ആൻഡ് വർക്കിൽ പൊതുവെ 2 തരത്തിലാണ് മക്കളെ ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്ന്, ഓരോരുത്തരുടെയും കഴിവിനെ കുറിച്ച് നമ്മളോട് പറയും. ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ബേസ്ഡ് ആയ ചോദ്യങ്ങൾ എന്ന് നമ്മൾ പറയും.
എന്തൊക്കെയാണ്? ഇപ്പം ബാബു ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, സോമൻ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, ഉൽപ്പലാക്ഷൻ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബാബുവും സോമനും തങ്കപ്പനും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിക്കുന്നതാണ് എന്ത്? ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. എന്നാൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമുണ്ട്. 5 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണം, 8 സ്ത്രീകൾക്ക് ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണം, 4 കുട്ടികൾക്ക് ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 5 പുരുഷന്മാരും 8 സ്ത്രീകളും 4 കുട്ടികളും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ ഓരോരുത്തരുടെയും എഫിഷ്യൻസി വെച്ച് അവിടെ നമ്മൾ റൂൾ ഓഫ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുവാണെങ്കിൽ എ ഒരു ജോലി 5 ദിവസം കൊണ്ടും ബി ഒരു ജോലി 10 ദിവസം കൊണ്ടും ചെയ്യുന്നു. എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അവിടെ നമ്മൾ ടോട്ടൽ വർക്ക് ഇവരുടെ LCM എടുക്കുന്നു. എന്തുകൊണ്ടാണ് LCM എടുക്കുന്നതെന്നൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല, വിശദമായിട്ട് ഞാൻ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ LCM എത്ര? 5ൻ്റെയും 10ൻ്റെയും LCM എത്ര കിട്ടും? 10. ഓക്കെ, സോ ടൈം. ഇനിയും ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് എത്ര? 10. എഫിഷ്യൻസി ടൈം എത്ര? 5. അപ്പം എയുടെ എഫിഷ്യൻസി 2. ബിയുടെ എഫിഷ്യൻസി എന്താ? 10 ഡിവൈഡഡ് ബൈ 10 1. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ടൈം ഇരട്ടിയായപ്പോൾ എഫിഷ്യൻസി പകുതിയായി. ടൈം ആൻഡ് വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എഫിഷ്യൻസിയും ടൈമും എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. എഫിഷ്യൻസിയും ടൈമും വിപരീത അനുപാതത്തിലായിരിക്കും. കണ്ടോ, എഫിഷ്യൻസി 5-10 ആയപ്പോൾ ടൈം 5-10 ആയപ്പം എഫിഷ്യൻസി 2-1 ആയി. അതായത് ടൈം ഇരട്ടിയായപ്പോൾ എഫിഷ്യൻസി പകുതിയായി. ഇനി അത് ഓക്കെ ആയി. ഇനി എന്താണ് അടുത്തത്? നമുക്ക് ഇനി ഇവരുടെ ടൈം കണ്ടുപിടിക്കണം, ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എത്ര? 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്ര? 3. എത്ര കിട്ടും? 3 and 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് ഗ്രൂപ്പ് എഫിഷ്യൻസി വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസിലും ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ സ്പീഡും ടൈമും തമ്മിലുള്ള ബന്ധമാണ്. കോർ കോൺസെപ്റ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. സ്പീഡും ടൈമും എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ആംബുലൻസ് സ്പീഡിൽ പോകുന്നത് അതുകൊണ്ടാണ്, പെട്ടെന്ന് പോകണം, സമയം കുറവാണ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. സോ സമയം കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടണം. സോ ടൈം സ്പീഡും എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? എയും ബിയും 2 കാറുകളാണെങ്കിൽ അവരുടെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ 1:2 ആണെങ്കിൽ അവരുടെ ടൈം തമ്മിലുള്ള റേഷ്യോ നേരെ തിരിഞ്ഞു വരും, 2:1 ആയിരിക്കും. അതായത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് ഒരിക്കലും ടൈമും സ്പീഡും ഒരേ ഡയറക്ഷനിൽ പോവില്ല. ടൈമും കൂടി സ്പീഡും കൂടി അങ്ങനെ വരില്ല. സ്പീഡ് കൂടുതലാണെങ്കിൽ ടൈം കുറവായിരിക്കും, സ്പീഡ് കുറവാണെങ്കിൽ ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്തിൽ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പം എ ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി ഒരു ജോലി ബി ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ AB/A+B എന്ന ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ എയും ബിയും കൂടെ ഒരു ജോലി X ദിവസം കൊണ്ട് ചെയ്യുന്നു, എ ഒറ്റയ്ക്ക് ആ ജോലി Y ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ XY/X-Y ഡേയ്സ് കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഷോർട്ട് കട്ടുകളുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ടുകൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് അത് നമുക്ക് പഠിക്കാനാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ. ഇക്വേഷൻസ് ഒരുപാടുണ്ട്, 2-3 ക്ലാസ് വേണമെങ്കിൽ ഇക്വേഷൻസിന് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ കോർ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ക്ലാസ് ഞാൻ അതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു റിവിഷൻ പോലെ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് കണ്ടു പോകാനുള്ള ഒരു ക്ലാസ്സാണ്. അതായത് എല്ലാം പഠിച്ചതിന് ശേഷം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ക്ലാസ്സാണ്. ഇത് പേനയും പേപ്പറും കൊണ്ടൊന്നും ഇരുന്ന് കാണേണ്ട ക്ലാസ് അല്ല, ഇതൊരു സിനിമ കാണുന്നത് പോലെ കാണേണ്ട ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തുടക്കക്കാരനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാം കഴിഞ്ഞ് പഠിച്ചെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന ഒരാളിന് അവസാന നിമിഷം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ക്ലാസ്സാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും അതുകൂടെ ചെയ്യാം. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, SICI. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, സാധനം സിമ്പിളാണ്. അതെന്താ സിമ്പിളാന്ന് പറഞ്ഞാൽ മുതലിന് മാത്രം പലിശയുള്ളൂ. ഇൻട്രസ്റ്റ് ഈസ് ഓൺലി
ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രം പലിശ കിട്ടുന്നതാണ് എന്ത്? സാധാരണ പലിശ. അപ്പോൾ കൂട്ടുപലിശയോ? അതാണ് നമ്മൾ സാധാരണ പലിശയിൽ നമ്മൾ അതാ പറയുന്നത് I=PNR. ചിലർ PNR/100 എന്ന് എഴുതും. 6% ആണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ എഴുതണമെന്നില്ല. I=PNR 6% ആണെന്ന് ഓർത്തോണം. അതായത് അപ്പം എന്തായാലും /100 വരും. അപ്പോൾ എന്താ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട്? അതായത് 10,000 രൂപ 5 വർഷത്തേക്ക് 10% പലിശ. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിളാന്ന് പറയുന്നത്. മുതൽ പലിശ ഇത്ര വർഷത്തേക്ക്, ഇത്ര രൂപയ്ക്ക് ഇത്ര ശതമാനം പലിശ ഇത്ര വർഷത്തേക്ക് എന്ന് ചിന്തിച്ചാൽ എന്തായി? സാധാരണ പലിശയായി. കൂട്ടുപലിശ എന്താ? കൂട്ടുപലിശ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്. 10,000 രൂപ 10% പലിശ 2 വർഷത്തേക്ക്. അപ്പോൾ ഇതിനെ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇവിടെ അങ്ങ് 2 ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ എത്ര കിട്ടും? ഈ 2 0 വെട്ടിപ്പോയിട്ട് 2,000 രൂപ എന്ന് കിട്ടും പലിശ. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് 2,000, 3 കൊല്ലം കൊണ്ട് 3,000, 4 കൊല്ലം കൊണ്ട് 4,000. ഇതിങ്ങനെ എല്ലാ വർഷവും ഒരു സർട്ടൺ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് എവിടെ കിട്ടത്തുള്ളൂ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കിട്ടത്തുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് മുതലിൻ്റെ പലിശ കിട്ടും. ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മുതലിൻ്റെ പലിശ 10,000-ന്റെ 10% 1,000 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് മുതലിൻ്റെ പലിശ 10,000-ന്റെ 10% 1,000 കിട്ടും. പിന്നെ ഈ 1,000 ഒരു വർഷം ഇവിടെ കിടന്നില്ലേ, അതിൻ്റെ ഒരു 10% കൂടെ കിട്ടും. അതായത് 100 കൂടെ കിട്ടും. സോ മൊത്തം 2,100. അങ്ങനെ കിട്ടി. 1,000, 2,000, 100, 2,100. അപ്പോൾ ഇതാണ് എന്ത്? കോമ്പൗണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2,000 കിട്ടത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശയുടെ പലിശയും കൂടെ കിട്ടും. ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും 1,000 തന്നെ സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പലിശ ഒരു വർഷം കിടന്നാലേ പലിശയുടെ പലിശ കിട്ടത്തുള്ളൂ. പലിശ കിട്ടാൻ ഒരു വർഷം വേണം. അങ്ങനെ ഒരു വർഷം കൊണ്ട് കിട്ടിയ പലിശ വീണ്ടും ഒരു വർഷം കൂടെ കിടന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കൂട്ടുപലിശ കിട്ടത്തുള്ളൂ. അപ്പോൾ പലിശയുടെ പലിശയാണ് എന്ത്? കൂട്ടുപലിശ. ഇനി ഇത് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ ഇന്ന് വരെ ഇക്വേഷൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇക്വേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉപയോഗിക്കുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ ചെയ്യുന്നത്? പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യുക? ഇപ്പം പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പം 1, 11, 121, 1331, 1,331, 14641. അതായത് ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,1 ഓർക്കുക. സെക്കൻഡ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,21 ഓർക്കുക. 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,331. 4 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,4641. അല്ലേ? സോ 2 വർഷത്തെ, 3 വർഷത്തെ, 4 വർഷത്തെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നമുക്ക് 2,100 എന്ന് കിട്ടിയതില്ലേ? 10,000 രൂപ 10% 2 വർഷത്തേക്ക്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്തായിരുന്നു? 10,000 രൂപ 10% പലിശ 2 വർഷത്തേക്ക്. അപ്പോൾ 2 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1 to 1. സോ 1, 2, 1. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്ത് എഴുതുക 10,000. 10,000-ന്റെ 10% 1,000. 2ൻ്റെ താഴെ എഴുതുക. 1,000-ന്റെ 10% 100. 1ൻ്റെ താഴെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 10,000. ഇവിടെ എത്ര കിട്ടും? 2,000. ഇവിടെ എത്ര കിട്ടും? 100. അല്ലേ? അപ്പോൾ 10,000-ഉം 2,000-ഉം 100-ഉം അല്ലേ? അപ്പോൾ നമുക്ക് ഈ പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് 4 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ എത്ര എന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടുക. അതായത് 10,000 പ്ലസ് 2,000 പ്ലസ് 100 എത്ര കിട്ടും? 12,100 മുതലും പലിശയും കൂടെ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ആദ്യത്തെ വാല്യൂ എടുക്കരുത്. ബാക്കിയെല്ലാം കൂടെ കൂട്ടുക. 2,000 പ്ലസ് 100 എത്ര കിട്ടി? 2,100. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോരുത്. രണ്ടാമത്തെ വാല്യൂ മാത്രം. എത്രയാണ്? 2,000. ഇനി നാലാമത്തെ കാര്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2,100 എന്ന് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് 2,000 എന്ന് കിട്ടി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 100 രൂപ. ഇനി അതല്ല, നമുക്കത് പാസ്കൽസ് ട്രയാങ്കിളിന് തന്നെ കണ്ടുപിടിക്കാം. എന്താണ്? ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്. പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ?
100 മാത്രമേ ഉള്ളൂ. ഇപ്പം 3 വർഷത്തെയാണ് 1331 എടുക്കുമ്പോൾ അപ്പുറത്ത് 2 വാല്യൂ കൂടെ കാണും. ആദ്യത്തെ 2 വാല്യൂ ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ അപ്പോൾ അവിടെ കൂട്ടിക്കോണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ഓൾമോസ്റ്റ് എല്ലാത്തരം ചോദ്യങ്ങളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെയ്യാം. അതല്ലാത്ത ചില ചോദ്യങ്ങളും ഉണ്ട്, അതിനെ നമുക്ക് വേണമെങ്കിൽ പല പാർട്ടുകളായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൂടെ ചെയ്യാം. എല്ലാത്തരം ചോദ്യങ്ങളും ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ പാസ്കൽസ് ട്രയാങ്കിളിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. ചില ചോദ്യങ്ങളെ നമുക്ക് പല പാർട്ടുകളായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് കൊണ്ടുവന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വിശദമായിട്ടുള്ള ആ വീഡിയോയിൽ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. സോ ഈ ഒരു ക്ലാസ് കൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു അരമണിക്കൂറിന് മുകളിലായി എന്ന് തോന്നുന്നു ലെങ്ത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു തുടക്കക്കാരനെ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് അല്ല. കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു റിവിഷൻ പോലെ ഒരു സിനിമ കാണുന്നത് പോലെ ഇരുന്ന് കണ്ട് ഇതെല്ലാം എൻ്റെ തലയിലുണ്ടല്ലോ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ, ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഇതിനൊരു പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോയും കൂടി പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് മുൻപ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യുക. നന്നായിട്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്തിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. അത് എപ്പോഴും തീരുമാനിച്ചൊരു കാര്യമായിരിക്കണം. നിങ്ങൾ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം പരീക്ഷാ ഹാളിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.